യെസ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡേവിഡ് ടെയിൽ ടോക്സ്. നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് നമ്മളുടെ സിക്കിമും ഒക്കെ തന്നെയായിരുന്നു. യാത്രയൊക്കെ അടിപൊളിയായിരുന്നു എന്ന് വിചാരിക്കണം. ഒരുപാട് എപ്പിസോഡുകൾ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. വേറൊന്നും പറയാനില്ല. അടുത്തൊരു എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ചെറിയൊരു പ്രോപ്പർട്ടിയാണ്, ഒരു പ്രോപ്പർട്ടി ഷോയാണ്. പ്രോപ്പർട്ടി ഷോ എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ കുമരകത്തുള്ള സൂരി എന്ന് പറഞ്ഞിട്ട് റിസോർട്ടാണ്. ഒരു രക്ഷയില്ലാത്ത റിസോർട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിത് കാണിക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ ആദ്യം ഷൂട്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞപ്പോൾ വേറെ ലെവൽ. സത്യത്തിൽ ഇന്നലെ ഞാൻ ഇവിടെ വന്ന് താമസിച്ചു. ഇന്ന് രാവിലെ എഴുന്നേറ്റാണ് ഇത് ഷൂട്ട് ചെയ്യണത്. അപ്പോഴാണ് ഞാൻ ഈ പ്രോപ്പർട്ടി ഒന്ന് ജസ്റ്റ് കാണിച്ചില്ലെങ്കിൽ മോശമല്ലേ എന്ന് വിചാരിക്കുന്നത്. അപ്പം ഞാൻ ഇവിടുത്തെ ഒരു 2 ടൈപ്പ് റൂമും കാണിക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി എത്രത്തോളം ഉണ്ടെന്നുള്ളതൊന്ന് കാണിക്കാം. ചെറിയൊരു എപ്പിസോഡ്. ഓക്കെ ആണല്ലോ? ഒരു പ്രശ്നമില്ലല്ലോ. അങ്ങനെ നമ്മളുടെ ഈ പ്രോപ്പർട്ടിയുടെ അകത്ത് കയറുമ്പോൾ ഉള്ള മെയിൻ എൻട്രൻസ് ആണ്. കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു കുറേ പച്ചപ്പും ഹരിതാപയൊക്കെ കാണാം. അതിനുശേഷം കുറച്ചും കൂടി നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ ഒരു ബിൽഡിങ്ങിൻ്റെ മേൽക്കൂരയും കാര്യങ്ങളും കണ്ടോ. ആ മേൽക്കൂര നല്ല രസമാണ്. അമ്പലങ്ങളിലൊക്കെ ഉള്ള പോലെ, കൊട്ടാരത്തിൻ്റെ മുകളിലുള്ള പോലെയൊക്കെയുള്ള മേൽക്കൂരകളും ഒരു കേരളത്തിൻ്റെ തനതായ രീതിയിൽ തന്നെയാണ് ക്രിയേറ്റ് ആയിരിക്കുന്നത്. ആദ്യം തന്നെ ഒരു ബാങ്കറ്റ് ഹാളാണ്. ഇന്നലെ ഞങ്ങളുടെ ഇവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഈ ബാങ്കറ്റ് ഹാൾ കോൺടെസ്റ്റിന് ശേഷം അവരുടെ ഏറ്റവും ആ പ്രോഗ്രാം ഈ ബാങ്കറ്റ് ഹാളിൽ വിന്നേഴ്സിന് ഇവിടെ കൊണ്ടുവന്നിട്ടായിരുന്നു നമ്മൾ കൊണ്ടുവന്നത്. അത് ബാങ്കറ്റ് ഹാൾ കഴിഞ്ഞാൽ നമ്മുടെ നേരെ ബാങ്കറ്റ് ഹാളിൽ നിന്ന് നേരെ വരുന്നത് ലോബിയാണ്. ലോബിക്ക് മുമ്പ് ഞാൻ നിങ്ങളെ കുറച്ച് സംഭവങ്ങൾ കാണിക്കാം. അതാണ് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാണാം. ഇത്ര മനോഹരമായിട്ട് ഒരു ലഗൂണിൻ്റെ ചുറ്റും കുറേ റൂമുകളും ഒക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം അവിടെയാണ് കോട്ടേജുകൾ, റൂമുകൾ കണ്ടോ. ആ കാണുന്നതെല്ലാം കോട്ടേജുകളും കാര്യങ്ങളാണ്. 2 സൈഡിൽ മൊത്തം 72 റൂമുകളാണ് ഇവിടെ ഉള്ളത്. 72 റൂമുകളും ഈ ഒരു ലഗൂണിൻ്റെ ചുറ്റുമായിട്ട് 2 സെക്ഷനായിട്ടാണ്. ഒരു സെക്ഷൻ ഇങ്ങോട്ടും ഒരു സെക്ഷൻ ആ സൈഡുമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ കാണുന്നത് സ്വിമ്മിംഗ് പൂള് അങ്ങനെയുള്ള ഏരിയാസ് മുഴുവനും ആ സൈഡിലും, ഇപ്പുറത്തെ സൈഡിലേക്ക് വേറൊരു സാധനം. ഇതിൻ്റെ ഇടയിലേക്ക് നമുക്ക് കയറാനായിട്ടൊരു ചെറിയ ബ്രിഡ്ജ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതേ കാണാം. അതാണ് ആ ബ്രിഡ്ജ്. ആ ബ്രിഡ്ജിലൂടെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഇൻ്റർ കണക്റ്റഡ് ആണ്. നമുക്ക് അത് കൂടെ കയറിയിട്ട് അങ്ങനെ അങ്ങോട്ട് അപ്പുറത്തേക്ക് പോവാം. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഞാൻ പോകെ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. സോ ഇതൊക്കെയാണ് ഇത്ര മനോഹരമായിട്ടാട്ടോ സെറ്റ് ചെയ്തിരിക്കണം, ഒന്നും പറയാനില്ല. അങ്ങോട്ടാണ് പൂളും കാര്യങ്ങളും ഒക്കെ. ഇനി ഞാൻ നിങ്ങളെ ലോബി ഒന്ന് കാണിക്കാം. ലോബിയിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു കഥകളി ഇങ്ങനെ ഒരു സ്റ്റാച്ചു അവിടെ ഉണ്ട്. അതിനുശേഷം കയറി വരുമ്പോൾ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ലോബിയാണ് കേട്ടോ. കേരളത്തിൻ്റെ പഴയ ആ ഒരു സ്റ്റൈലിലുള്ള കുറേ ഇത് ഭംഗിയായിട്ടില്ലേ. ഇതൊരു വള്ളത്തിൻ്റെ ഡിസൈനിൽ ഒരു ഒരു ടേബിളാണ്. സോ അതിൻ്റെ മുകളിലൊരു നിറയെ ഒരു ഫോട്ടോസ്, നമ്മളുടെ കലകളും ഒക്കെ വെച്ചിട്ടുള്ള ഒരു വലിയ ഫ്രെയിം. അതിനുശേഷം നമ്മളുടെ ഇവിടുത്തെ സ്റ്റാഫുകളെല്ലാം ഇരിക്കുന്ന ഫ്രണ്ട് ഓഫീസിൻ്റെ ഒരു ടേബിളും ഇതേപോലെ ഒരു വള്ളം പോലെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. എസ്പെഷ്യലി ഇവിടുത്തെ സ്റ്റാഫുകളെല്ലാം അടിപൊളിയാണ് കേട്ടോ. അവർ വളരെ ചിരിച്ച മുഖത്തോടുകൂടി എല്ലാം നല്ല രീതിയിലാണ് ഹാൻഡിൽ ചെയ്യുക. സോ അതിനുശേഷം ഞാൻ ലോബി കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ഇവിടുത്തെ ഒരു പൂൾ ഏരിയയിലേക്കാണ്. പൂളെന്ന് പറയുമ്പോൾ വേറെ ലെവൽ ലുക്കിലാണ്. കാരണം ഈ ലഗൂണിൻ്റെ സൈഡിലാണ് ഒരു ഇൻഫിനിറ്റി പൂൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കുറേ ആനകളൊക്കെ ഇങ്ങനെ തുമ്പിക്കൈയിലൂടെ വെള്ളം ഒക്കെ വരുന്നതായിട്ടുള്ളൊരു സംഭവങ്ങളും. അതിനുശേഷം ഞാൻ നേരെ പോയത് ഇവിടെ ഏറ്റവും ഭീകരമായിട്ടൊരു വലിയൊരു ആയുർവേദിക് സ്പാ ഉണ്ട്. അതൊരു ഹെവിയാണ്. കയറി വരുമ്പോൾ ഒരുപാട് ഇരിക്കാനും, ഞാൻ വരുമ്പോൾ ഇവിടെ ഓപ്പൺ ആയിട്ടില്ല കേട്ടോ, കയറി ഇരിക്കാനും ഒക്കെ ആയിട്ടുള്ള ധന്വന്തര ഭഗവാന്റെ സ്റ്റാച്ചു കാര്യങ്ങൾ കണ്ടില്ലേ. ഡിസൈൻ കണ്ടോ ആ ഡോറിൻ്റെ മീൻസ് അതിൻ്റെ പടിയുടെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കയറി വരുമ്പോൾ അവിടെ കുറേ റൂമുകളും കാര്യങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ തന്നെ ജിമ്മുണ്ട്. ജിമ്മെന്ന് പറഞ്ഞാൽ ചെറിയൊരു ജിമ്മൊന്നുമല്ല. സാധാരണ ഹോട്ടലിൽ ചെറിയ 2-3 ഐറ്റംസ്. ഇതങ്ങനെയല്ല, ഒരുപാട് വെറൈറ്റി എക്യുപ്മെൻറ്റ്സ് ഉള്ള ഒരു വലിയ ജിമ്മാണ്. അതിൻ്റെ വ്യൂവും ഭയങ്കര രസമാണ്. ലഗൂണും നമ്മുടെ ബാക്ക് വാട്ടറും ഒക്കെയാണ്. അതിനുശേഷം ഇതുപോലുള്ള ഒരുപാട് ഇരിക്കുന്ന സ്ഥലങ്ങളും എല്ലാം ഉണ്ട്. അതിനുശേഷം ഞാൻ നേരെ പോകുന്നത് നമ്മളുടെ റൂമുകൾ. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ 2-3 ടൈപ്പ് റൂംസ് ഉണ്ട്. അതിൽ ഞാൻ കോട്ടേജും പൂൾ വില്ലയും കാണിക്കാം. അതിന് മുമ്പ് ഞാൻ 2-3 പേരെ പരിചയപ്പെടുത്തി. ദേവരാജൻ ചേട്ടൻ ഇല്ലാത്തതിൻ്റെ വിഷമം അല്ലേ? ഹലോ പാർവതി. ഇവരൊക്കെയാണ് ഈ റൂമിൽ താമസിച്ചവർ. നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പാർവതി കൈമനം, പ്രീത ചേച്ചി കൊല്ലം, കടപ്പാക്കട. അതിൻ്റെ കറക്റ്റ് ബ്രാഞ്ചിൻ്റെ പേര് പറയണം അല്ലേ? അപ്പോൾ ചേച്ചി ഫുഡ് കഴിക്കാൻ പോയിരിക്കും. അപ്പോൾ എന്നിട്ട് നിങ്ങൾ എപ്പോഴാണ്?
ആ അപ്പോൾ എങ്ങനെ പോണേ? ആ ഓക്കെ ഓക്കെ. ആ അങ്ങനെ പോയിട്ട് അപ്പോൾ അവിടെ നിന്ന് തിരുവല്ലയിൽ നിന്ന് പോവോ? അപ്പോൾ ഓക്കെ, നടക്കട്ടെ, ടാറ്റ. അങ്ങനെ അവരോട് ഞാൻ ടാറ്റ പറഞ്ഞ് മുന്നോട്ട് നടന്നു. രസകരമാണ് കേട്ടോ, നടക്കുമ്പോഴൊക്കെ നല്ല രസകരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾക്ക് നമുക്ക് കാണാനും ഇരിക്കാനും ഒക്കെ ഉണ്ട്. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിയുടെ പ്രസിഡൻഷ്യൽ പൂൾ വില്ല. പടിപ്പുര തുറന്ന് നമുക്ക് അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറി വരുമ്പോൾ നേരെ ഒരു ഡോറാണ്. ആ ഡോറ് തുറന്ന് അകത്ത് കയറുമ്പോൾ നോർമലി ഒരു സ്യൂട്ട് റൂം പോലെ തന്നെ ഫ്രണ്ട് ഒരു ഗസ്റ്റ് റൂം, നമ്മളുടെ ഗസ്റ്റിൽ നമ്മളെ കാണാൻ വരുന്നവർക്ക് ഇരിക്കാനൊക്കെ ആയിട്ടുള്ള ഇതൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞാൽ അവിടെ ബെഡ്റൂം കാര്യങ്ങൾ. അതിന് മുമ്പ് ഞാൻ ഈ ഒരു ഗസ്റ്റ് റൂം കാണിക്കാം. അവിടെ ഒരു ടോയ്ലറ്റ് കാര്യങ്ങളുണ്ട്. ആ ടോയ്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കാണാൻ വരുന്നവർക്ക് അവർക്ക് പോകാനും, അപ്പോൾ നമുക്കൊരു പ്രൈവസി കിട്ടും. നമുക്ക് അതിൻ്റെ അകത്ത് ഓൾറെഡി ഉണ്ട്. അവിടേക്ക് ഇവിടെ വന്നിരിക്കാം. അവരുടെ ടേബിൾ കാര്യങ്ങൾ, ഇവിടെ ഒരു മിനി ബാർ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞാൽ ഇത് ബെഡ്റൂം. ആ ഫാൻ കണ്ടോ? ഫാൻ വേറെ ലെവൽ ഒരു ഫാനാണ്. ഇങ്ങനെ ഒരു ലീഫിൻ്റെ ഫാൻ പോലെ. ഇവിടെ ഒരു മുത്തുക്കുട വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ ലൈറ്റ് ഉണ്ട് കേട്ടോ. അത് നല്ല രസകരമായിട്ട് എനിക്ക് തോന്നി. ഒരു മുത്തുക്കുട അങ്ങനെ വെറുതെ വെച്ചിരിക്കുക, ഇങ്ങനെ നമ്മുടെ സൈഡിലേക്ക് തിരിച്ച്. ഈ ഫാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കണ്ടോ, ഒരു ലീഫ് പോലെ ഒരു വാഴയിലയുടെ ഡിസൈനിലാണ്. അത് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട രസകരമായിട്ടുള്ള ടോയ്ലറ്റ്. നമ്മളെപ്പോഴും ടോയ്ലറ്റ് ടൂർ നടത്തണമല്ലോ. കയറി വരുമ്പോൾ ഒരു ടബ്ബുണ്ട്. ടബ്ബ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അവിടെ ഒരു ക്ലോസറ്റ് കാര്യങ്ങൾ. പിന്നെ നമ്മൾ നേരെ നമ്മളുടെ എന്താണ് ബാത്ത് ഏരിയയിലേക്ക് നമ്മൾ കടന്നു. ബാത്ത് ഏരിയ രണ്ട് രീതിയിലുണ്ട് കേട്ടോ. പുറത്തുള്ളത് ഹെവിയാണ്. അതൊരു ഓപ്പൺ ഒരു ബാത്റൂമാണ്. നമുക്ക് അവിടെ നിന്ന് കുളിക്കാം. നല്ല രസകരമായിരിക്കും. മഴയത്തും ഒക്കെ നമുക്കൊരു ഓപ്പണായിട്ട് പുറത്തുനിന്ന് കുളിക്കണം എന്ന് തോന്നിയാൽ ഇവിടെ നിന്നും കുളിക്കാം. ഒരു റെയിൻ ഷവർ കാര്യങ്ങൾ സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ നേരെ കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇതൊരു പൂൾ വില്ലയാണെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെ നമ്മളുടെ ഫ്രണ്ടിൽ ഈ രണ്ട് റൂമിൽ നിന്ന്, ഗസ്റ്റ് റൂമിൽ നിന്നാണെങ്കിലും ബെഡ്റൂമിൽ നിന്നാണെങ്കിലും നേരെ പൂളിലേക്കാണ് ഇറങ്ങുന്നത്. പൂളിൻ്റെ അപ്പുറത്ത് മോനെ ദൃശ്യമനോഹരമായിട്ടുള്ള ബാക്ക് വാട്ടർ, കുമരകം ബാക്ക് വാട്ടർ. വേറെ ലെവൽ പരിപാടിയല്ലേ? നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? ഇതൊരു വേറെ ഫീലാണ്. സത്യത്തിൽ പറഞ്ഞാൽ ഇവിടെ റൂം എടുത്ത് താമസിക്കണം എന്ന് ആഗ്രഹമുണ്ട്. താമസിച്ചേ പറ്റൂ. അപ്പോൾ ഇതാണ് പ്രസിഡൻഷ്യൽ പൂൾ വില്ല. നമ്മൾ പൂൾ വില്ലയിൽ നിന്ന് നേരെ പോകുന്നത് ഇവിടുത്തെ മെയിൻ ജെട്ടിയിലേക്കാണ്. ജെട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നാണ് ഹൗസ് ബോട്ട് കിടക്കണുണ്ടോ. ഈ ഹൗസ് ബോട്ടിൽ വേണമെങ്കിൽ കയറി പോകാം. അതേപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ഇവിടെ ഒരു സവാരി ഉണ്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ബോട്ട് വരും. ആ ബോട്ടിൽ കയറിയിട്ട് നമുക്ക് നേരെ അതിൻ്റെ അകത്ത് കയറി ഇങ്ങനെ കറങ്ങാം. അതൊരു ഹൗസ് ബോട്ട് പോലെ ഇരിക്കുന്നൊരു സംഭവമാണ്. നേരെ നമുക്ക് ആ ബോട്ടിൽ കയറി 1 മണിക്കൂർ ഇങ്ങനെ റൗണ്ട് ചെയ്ത് അതിങ്ങനെ ചുറ്റി ഇങ്ങനെ വരും. സോ അതും ഒരു എൻജോയ്മെൻ്റ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. എക്സ്ട്രാ പൈസ കൊടുക്കണം. അങ്ങനെയാണ് അതിൻ്റെ പരിപാടികൾ. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഹാപ്പനിങ് സ്ഥലമാണ്. ഞാൻ നേരത്തെ അവിടെ നിന്ന് കാണിച്ചില്ല ആ ബ്രിഡ്ജിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ബ്രിഡ്ജാണ് ആ ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നത്, അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും. അല്ലാണ്ട് നമുക്ക് വണ്ടിയിൽ അങ്ങനെ ചുറ്റിപ്പോവാം. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മുഴുവൻ ബഗ്ഗിയുണ്ട് നമുക്ക് ആവശ്യത്തിന്. കാരണം അത്രയും ദൂരം കിടക്കണമുണ്ട്. ഏകദേശം 80 ഏക്കറിന് മുകളിൽ എന്തോ ഉണ്ട്. സോ ഇതിൻ്റെ ചുറ്റും പോകുന്നെങ്കിൽ ഒരു ബഗ്ഗി വേണം. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു റിക്രിയേഷൻ ഏരിയാസ് ഉണ്ട്. നമ്മളുടെ ബില്ലിയാർഡ്സ് ഉണ്ട്. അതേപോലെ തന്നെ ക്യാരം ബോർഡ്, ചെസ്സ്, അങ്ങനെയുള്ള എല്ലാ ഗെയിംസും കളിക്കാം. പക്ഷേ ഇതെല്ലാം കളിക്കുന്ന സ്ഥലങ്ങൾ ഇതിൻ്റെ വ്യൂവിനെ മറയ്ക്കാതെ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. അതിമനോഹരമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് സൂരി കുമരകം. വേറെ ലെവൽ പരിപാടി, ഒന്നും പറയാനില്ല. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ താമസിച്ച റൂമാണ്. ഇതൊരു കോട്ടേജാണ്. രസകരമായിട്ടുള്ള കോട്ടേജും സൂപ്പറാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇന്നലെ ഞാൻ ഈ റൂമിലായിരുന്നു താമസിച്ചിരുന്നത്. അതിൻ്റേതായ പാകപ്പിഴകളുണ്ട്. പക്ഷേ ഞാനതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബെഡൊക്കെ ഒന്ന് വിരിച്ച് ഒരു വെഞ്ചാമരമൊക്കെ കണ്ടോ. അതേപോലെ തന്നെ കേരളത്തിൻ്റെ തനതായ രീതിയിൽ തന്നെയാണ് അവിടെ ബാത്റൂം കാര്യങ്ങൾ. ഇവിടുന്ന് നേരെ നമ്മളുടെ ബാൽക്കണി ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കാണുന്നത് നമ്മുടെ ലഗൂണിൻ്റെ ഭാഗത്തേക്കാണ്. സോ നല്ലൊരു ബാൽക്കണിയാണ്, നല്ലൊരു വ്യൂ ആണ്. നമുക്കിവിടെ വന്നിരുന്ന് ചായ കുടിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മളുടെ പാർട്ട്ണറുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. പക്ഷേ ഇന്ന് ഭാഗ്യവും ആവാം ഭാഗ്യക്കേടും ആവാം. ഇവിടെ കസേരയൊക്കെ ഇട്ട് നമുക്കിരുന്ന് മഴയൊക്കെ കണ്ട് നമുക്കൊരു ചായ കുടിക്കാം. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് മഴ കിട്ടിയില്ല, ഫുൾ വെയിലായിരുന്നു, ചൂടായിരുന്നു. അതിനുശേഷം ഇവിടുത്തെ ബാത്റൂം, എന്നാലും ഇതാണ് ബെഡ്റൂം കാര്യങ്ങൾ. എന്നാലും ഇവിടെ വരുമ്പോൾ ഒരു വാർഡ്രോബ് കാര്യങ്ങളുണ്ട്, നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ. അതായത് ലഗേജ് കാര്യങ്ങളൊക്കെ വെക്കുന്ന സ്ഥലം. നേരെ ടോയ്ലറ്റാണ്. ടോയ്ലറ്റൊക്കെ വിശാലമായ കോട്ടയം അയ്യപ്പാസാണ്. വേറെ ലെവൽ പരിപാടിയാണ്. എനിക്ക് സത്യത്തിൽ ഈ കോട്ടയം അയ്യപ്പാസ് എന്തുകൊണ്ട് അങ്ങനെ പറയണമെന്ന് ഞാൻ ഇതുവരെ കോട്ടയം അയ്യപ്പാസ് കണ്ടിട്ടില്ല കേട്ടോ. കണ്ടവരൊന്ന് വെറുതെ കമൻറ്റ് ചെയ്യൂ. ഇതാണ് നമ്മൾ ഷവർ ഏരിയ. ഷവർ ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ നേരെ പുറത്തേക്ക് ഇറങ്ങുന്നത് സെയിം പൂൾ വില്ലയിലുള്ള പോലെ തന്നെയാണ്. ഒരു ഓപ്പൺ
ഷവർ ഏരിയ ആണ്, അത് അടിപൊളിയാണ്. ഈ പറഞ്ഞ പോലെ പുറത്തു നിന്ന് കുളിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ നിന്ന് കുളിക്കാം. വളരെ സേഫാണ് കേട്ടോ. ഇത് ഈ പ്രോപ്പർട്ടിയുടെ അകത്തേക്ക് വേറെ ആരും വരില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ പൊക്കത്തിലേക്ക് വേറെ ഒന്നുമില്ല. സോ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് നിന്ന് കുളിക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഏരിയ തന്നെയാണ്. ബാൽക്കണി വേറെ ലെവൽ ഫീലാണ്. ഇനി നമ്മൾ നേരെ പോകുന്ന റെസ്റ്റോറൻറ്റിലേക്ക് തന്നെയാണ്. അതിനു മുമ്പ് കണ്ടില്ലേ, റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്ന സൈഡിൽ നമുക്ക് കുറേ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെങ്കിൽ മാല, വള, സംതിങ് അങ്ങനെയൊക്കെ വാങ്ങിക്കാൻ പറ്റും. ലൈം ട്രീ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റാണ്. ഇതിൻ്റെ അകത്ത് നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, പൂജ, പ്രീതു, ശ്രീരഞ്ജിനി, ഹലോ, യെസ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഐറ്റംസ് വെച്ചിട്ടുണ്ട്. ലൈവ് കൗണ്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നോർമലി എല്ലായിടത്തും ഉള്ള പോലെ പൂരി അങ്ങനെയുള്ള പല സാധനങ്ങളുണ്ട്. ലൈവ് കൗണ്ടേഴ്സിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ദോശ കാര്യങ്ങൾ, പിന്നെ എഗ് കോർണർ ഉണ്ട്. എഗ് അവിടെ ഓംലെറ്റ് എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം, അത് അവർ ചെയ്തു തരും. സാലഡ്സ്, ജ്യൂസ്, ഷേക്ക് എല്ലാം ഉണ്ട്. ഇവരും നമ്മളുടെ ടീമാണ്. ഇവരെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് നമ്മളുടെ സ്വന്തം ബാലകൃഷ്ണൻ സാർ, ഹലോ സാർ, നമസ്കാരം. ഇത് ബിന്ദു, ഇത് വേണുഗോപാൽ സാർ. അപ്പോൾ ഇവരെല്ലാവരും ഇൻഡൽമണിയുടെ വിന്നേഴ്സാണ്. ഇത് കണ്ടില്ലേ, ഇവിടെ ബോട്ടിങ്, അതേപോലെ സിപ്പ് ലൈൻ, ഇതെല്ലാം ഉണ്ട്. ഇതിനെല്ലാം സെപ്പറേറ്റ് ചാർജസ് ആണ്. അത്ര അതിമനോഹരമായൊരു പ്രോപ്പർട്ടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണമെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഡേവിഡി ടെയിൽ ടോക്സിലെ ഒരു പ്രോപ്പർട്ടി ഷോയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് സൂരി കുമരകത്ത് പോയി താമസിക്കാം. ഞങ്ങൾ താമസിച്ച കോട്ടേജിനൊക്കെ 15,000 പ്ലസ് GST ആയിരുന്നു. പിന്നെ നിങ്ങൾ ഓരോ സമയത്ത് ഇത് റേറ്റ്സ് മാറും. സോ അത് നിങ്ങൾ നോക്കി കണ്ട് പോവുക.